കേരളത്തിൻ്റെ ഭരണസിരാകേന്ദ്രമായ തിരുവനന്തപുരം നഗരം കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു ഉത്സവ പ്രതീതിയിലാണ്. സെക്രട്ടേറിയറ്റിലും പരിസരത്തും സെക്രട്ടേറിയറ്റിന് ചുറ്റുമുള്ള പ്രധാന തെരുവുകളിലുമൊക്കെ ശുഭ്ര ഖദർ വസ്ത്രധാരികളുടെ ഒരു വലിയ പ്രളയം തന്നെയാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായി കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് തിരുവനന്തപുരത്തെ ഖാദി വ്യാപാരികൾക്കൊക്കെ ഇപ്പോൾ ചാകരയാണെന്നാണ്. കാരണം ഖാദി വസ്ത്രങ്ങളൊക്കെ 2-3 ഇരട്ടിയാണിപ്പോൾ വിൽപ്പനയ്ക്കായി പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയേറെ ആഹ്ലാദത്തിലാണ് തിരുവനന്തപുരത്തെ കളിയിക്കവിള മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് വന്ന് തമ്പടിക്കുന്നവരും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കായി മന്ത്രിമാരുടെ ഓഫീസുകളും മന്ത്രിമാർ താമസിക്കുന്ന ഇടങ്ങളുടെ ചുറ്റുമൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർ ഏതാണ്ട് കർമ്മനിരതരായി കഴിഞ്ഞു. അവരുടെ വകുപ്പ് നിർണയം പൂർത്തിയായതിന് ശേഷം അവരെല്ലാം സെക്രട്ടേറിയറ്റിൽ അവർക്ക് ബന്ധപ്പെട്ട മുറികളിൽ വന്ന് അവരുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഈ മന്ത്രിമാരുപയോഗിക്കുന്ന മുറികളും അവരുപയോഗിക്കുന്ന കാറുകളുടെ നമ്പറുമൊക്കെ ഇപ്പോൾ ഈ ചുറ്റിക്കറങ്ങുന്നവർക്കൊക്കെ മനഃപ്പാഠമാണ്. അത്ര കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് തിരുവനന്തപുരം നഗരത്തിൽ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മന്ദിരങ്ങൾ മാത്രമേ ഉള്ളൂ പൂർണ്ണമായി പ്രവർത്തന നിരതമാകാത്തത്. അത് പല മന്ദിരങ്ങളും മന്ത്രിമാർക്ക് നിശ്ചയിച്ചു കൊടുത്തെങ്കിലും അതിനകത്തെ അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും നടക്കുന്നതുകൊണ്ട് മന്ത്രിമാരിൽ ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ നിയമസഭാ സാമാജികർക്കുള്ള കെട്ടിടത്തിലും അതുപോലെ സർക്കാരിൻ്റെ വക അതിഥി മന്ദിരങ്ങളിലും സ്വന്തമായി ഭവനങ്ങളുള്ള മന്ത്രിമാർ അവരുടെ വീടുകളിലുമൊക്കെ താമസിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും താമസിയാതെ ഈ മന്ദിരങ്ങളിലെ എല്ലാം ചുറ്റും ഉത്സവ പ്രതീതി ഉണ്ടാകാൻ പോവുകയാണ്. കാരണം അത്രയേറെ ജനബന്ധിതമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് മന്ത്രിമാരായിരിക്കുന്നത് എന്നതുകൊണ്ട് സാധാരണ അതാത് മണ്ഡലങ്ങളിൽ നിന്നും അല്ലാതെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാധിക്കുന്നതിനുമായി ജനങ്ങളുടെ ഒരു പ്രവാഹം ഇനിയുള്ള നാളുകളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനകത്ത് നമ്മൾ കാണേണ്ടതായൊരു പ്രധാന കാര്യം, ഈ വരുന്ന ആളുകൾക്കൊക്കെ ചില പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ ഒരു സാമ്പ്രദായിക രീതി അനുസരിച്ച് ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നിരവധിയായിട്ടുള്ള തസ്തികകളിൽ പുനർനിയമനം നടക്കുന്നത് ഒരു പതിവാണ്. പ്രത്യേകിച്ച് സാംസ്കാരിക സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, അതുപോലെ വിവിധ വകുപ്പുമായി ബന്ധപ്പെട്ട ബോർഡുകൾ തുടങ്ങിയവയിലൊക്കെ ചെയർമാൻ മുതൽ അംഗങ്ങൾ വരെയുള്ള തസ്തികകളിലൊക്കെ നിയമനം നടക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ സംഗതിയാണ്. അത് LDF ഇരുന്നപ്പോഴും UDF ഇരുന്നപ്പോഴും ഒക്കെ അത് സംഭവിക്കാറുണ്ട്. എന്തിനു പറയട്ടെ, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പോലും ഈ തരത്തിലുള്ള നിയമനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പങ്കുപറ്റാനായിട്ടാണ് ഈ വന്ന് തിരുവനന്തപുരത്ത് തമ്പടിച്ച് ചെലവ് ചെയ്ത് ജീവിക്കുന്നതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കൗതുകം. ഇവിടെ ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്, യാതൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയോ ഉയർന്ന പ്രായപരിധിയോ നിർണയിക്കപ്പെടാത്ത ധാരാളം തസ്തികകൾ ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും പലർക്കും അറിയാത്ത കാര്യം. കുറേ നല്ല മിടുക്കന്മാരായിട്ടുള്ള ആളുകൾക്കതറിയാം. സ്വന്തമായി യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയും അടിസ്ഥാനപരമായി ഇല്ലെങ്കിൽ, പ്രായോഗിക പരിശീലനം ഇല്ലെങ്കിൽ പോലും അതോടൊപ്പം തന്നെ 70-75 വയസ്സൊക്കെ ആയാലും ലഭിക്കാൻ സാധ്യതയുള്ള തസ്തികകളുടെ പട്ടികയൊക്കെ ഈ വരുന്ന ആളുകൾക്കൊക്കെ നല്ല നിശ്ചയമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ മന്ത്രിമാരുടെ വകുപ്പുകളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലോ കടന്നു കയറുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നേരത്തെ സൂചിപ്പിച്ച ഈ ജനപ്രവാഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ ചുറ്റിക്കറങ്ങുന്നത്. ബഹുമാനപ്പെട്ട VD സതീശൻ അധികാരമേറ്റതിന് ശേഷം അദ്ദേഹം ആദ്യം ചെയ്തത് സെക്രട്ടേറിയറ്റിൻ്റെ 4 ഗേറ്റുകളും വിശാലമായി തുറന്നിടുക എന്നതായിരുന്നു. ഇപ്പോൾ ജനങ്ങൾക്ക് കയറി ഇറങ്ങുന്നതിനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. മന്ത്രിമാരുടെ ഓഫീസുകളിൽ പോകുന്നതിന് മറ്റേതൊക്കെ വളരെ കർശനമായ നിയന്ത്രണത്തിൽ പിണറായി സർക്കാരിൻ്റെ 10 വർഷക്കാലം
ജനങ്ങളെ കഴിയുന്നിടത്തോളം മാറ്റി നിർത്തി സെക്രട്ടേറിയറ്റിനകത്ത് പ്രവേശിക്കാതിരിക്കത്തക്ക വിലക്കുകൾ, എന്തിനു പറയട്ടെ, മാധ്യമ പ്രവർത്തകർക്ക് പോലും വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു മാറ്റമായപ്പോൾ ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഏറെ സന്തോഷിച്ചുകൊണ്ട് ആശ്വസിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിൻ്റെ അകത്തും പുറത്തുമൊക്കെയായി ചുറ്റിക്കറങ്ങുകയാണ്. ഇപ്പോൾ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു ശബ്ദം ഇവിടെ ഒരു സ്ഥലത്തു നിന്നും കേൾക്കാനില്ല. കയറി വാടാ മക്കളെ എന്ന് പറയുന്ന രീതിയിലുള്ള ശരീരഭാഷയും ആ തരത്തിലുള്ള മനോഭാവമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ മഞ്ചേശ്വരം മുതൽ കളിയിക്കൽ വരെയുള്ള ആളുകൾക്കറിയാം. അതുകൊണ്ട് അവരത് ഭംഗിയായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വരുന്ന ആളുകളൊക്കെ വളരെ ഒരു ഉത്സവ ഛായയോടുകൂടി തന്നെ ഇവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ ഹോട്ടലുകൾക്കൊക്കെ നല്ല ചാകരയാണ്. പക്ഷേ ഈ ഇന്ധന വില വർധനവ് കൊണ്ടും ഗ്യാസിൻ്റെ ദൗർലഭ്യം കൊണ്ടും ഒക്കെ ഇപ്പോൾ ഹോട്ടലുകാർ, ചെറുകിടക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. എന്നാലും ഉള്ളവർക്ക് നല്ല കാലമാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത്, ഈ സാംസ്കാരിക സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരാകാൻ കുറേ സാംസ്കാരിക നായകന്മാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് ചുറ്റിക്കറങ്ങുന്നു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വാർത്ത. അതുപോലെ കോർപ്പറേഷനുകളുടെ ചെയർമാനായിട്ടും അംഗങ്ങളാകാനുമായിട്ടുള്ള ഒരു സംഘം വേറെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ സാംസ്കാരിക വകുപ്പ്, അതുപോലെ കാർഷിക വകുപ്പ് തുടങ്ങിയവയൊക്കെ കൈകാര്യം ചെയ്യുന്നവരുടെ കയ്യിലാണ് കൂടുതൽ സാംസ്കാരിക സ്ഥാപനങ്ങളും അതുപോലെ ബോർഡുകളും കോർപ്പറേഷനുകളും ഒക്കെ ഉള്ളത്. ഏതായാലും ഭാഗ്യവശാൽ ഈ രണ്ട് വകുപ്പുകളും, സാംസ്കാരിക വകുപ്പ്, ടൂറിസം വകുപ്പ്, കാർഷിക വകുപ്പ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസ് മന്ത്രിമാരാണ്. സാംസ്കാരികവും ടൂറിസവും കൈകാര്യം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട PC വിഷ്ണുനാഥാണ്. കാർഷിക വകുപ്പിൻ്റെ ചുമതല ബഹുമാനപ്പെട്ട T സിദ്ദിഖിനാണ്. അതുപോലെ മൃഗസംരക്ഷണം, സാമൂഹ്യക്ഷേമം, വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകളൊക്കെ തന്നെ കോൺഗ്രസ് മന്ത്രിമാരാണ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരുടെയും കയ്യിൽ അവർക്ക് നിശ്ചയിക്കാവുന്ന തരത്തിലുള്ള കോർപ്പറേഷനുകളും ബോർഡുകളും ഉണ്ട് എന്നുള്ളതാണ് ഈ ഭൈമീകാമുകന്മാരെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. സെക്രട്ടേറിയറ്റിനകത്തും പുറത്തും മറ്റൊരു തരത്തിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രവും പ്രയോഗിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിനുള്ളിലുള്ള ചില ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തോട് അടുത്ത് നിൽക്കുന്ന സർവീസ് സംഘടനകളുടെ നേതാക്കന്മാരൊക്കെ ഏത് വിധേനയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പറ്റിക്കൂടാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് കടുത്ത മത്സരമാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാതൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയും പ്രായവും നിശ്ചയിക്കാത്ത മറ്റ് ചില സ്ഥാനങ്ങളും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ട്. അത് പുറത്തുള്ള അവർക്ക് വേണ്ടി പ്രവർത്തിച്ച വോട്ട് പിടിച്ച ആളുകൾക്കൊക്കെ കൊടുക്കാനായി എല്ലാ മന്ത്രിമാരും നീക്കിവെച്ചിരിക്കുകയാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ അകത്തു നിന്നുള്ള സമ്മർദ്ദം, പുറത്തു നിന്നുള്ള സമ്മർദ്ദം, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള സമ്മർദ്ദം, ഇങ്ങനെ എല്ലാം കൂടെ വളരെയേറെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ആഘോഷപൂരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഭരണക്രമം നടക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ജനകോടികൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു മന്ത്രിസഭ പൂർണ്ണ പ്രവർത്തന കർമ്മ നിരതരായി കഴിഞ്ഞിരിക്കുന്നു. ബന്ധപ്പെട്ട മന്ത്രിമാരെല്ലാം അതാത് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ചകൾ നടത്തുന്നു, വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു, നടപടികൾ എടുക്കുന്നു, നയപരമായ തീരുമാനങ്ങൾ മന്ത്രിസഭയുടെ പൂർണ്ണ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. എന്തായാലും കിട്ടുന്നതായ സൂചകങ്ങൾ അനുസരിച്ച് വളരെയേറെ യോജിപ്പോടും ഒത്തൊരുമയോടും കൂടിയാണ് ഒരു മുന്നണി മന്ത്രിസഭ ഇപ്പോൾ കേരളത്തിൽ സ്ഥാപിതമായിരിക്കുന്നത്. ഘടകകക്ഷികളൊക്കെ പൂർണ്ണ മനസ്സോടുകൂടി സഹകരിക്കുന്നു. പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗ്, അതുപോലെ കേരള കോൺഗ്രസ്, RSP, അതുപോലെ CMB തുടങ്ങിയതായിട്ടുള്ള കക്ഷികളെ പ്രതിനിധീകരിക്കുന്നവർ, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം, ഇങ്ങനെയുള്ള എല്ലാ കക്ഷികളെയും ഏതാണ്ട് 7ഓളം കക്ഷികളുടെ ഒരു ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയാണിപ്പോൾ കേരളത്തിൽ കർമ്മനിരതരായി പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. എന്നാലും ഈ ഭൈമീകാമുകന്മാരുടെ തള്ളൽ മൂലം എത്രമാത്രം സത്യസന്ധമായി യോഗ്യതയുള്ളവരെയും പ്രാപ്തിയുള്ളവരെയും യഥാസ്ഥാനങ്ങളിൽ ഇരുത്താനായി ഈ മന്ത്രിമാർക്ക് കഴിയുമെന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. വെറുതെ വോട്ട് പിടിച്ചവരെയും പ്രവർത്തകരെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാപ്തിയോ കാര്യശേഷിയോ ഇല്ലാത്ത ആളുകളെ
വളരെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ നിയമിക്കുന്നതിനെ സംബന്ധിച്ച് 2 വട്ടം മന്ത്രിമാരും രാഷ്ട്രീയ പാർട്ടികളും ആലോചിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് മുൻകാല അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഭരണരംഗത്ത് ഭരണപരിചയമുള്ള ആളുകൾ കുറേ പേരുണ്ടാകണം. വകുപ്പിനെക്കുറിച്ച് നല്ല നിശ്ചയമുള്ള ആളുകൾ ഉണ്ടാകണം. സാമാന്യ ബുദ്ധിയും വിവേകവും ഒരു അടിസ്ഥാനപരമായ കുറച്ച് യോഗ്യതകളുമുള്ള ആളുകൾ, വിദ്യാഭ്യാസപരമായ യോഗ്യതയുള്ള ആളുകളെയൊക്കെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങൾ, അതുപോലെ കോർപ്പറേഷനുകൾ ഒക്കെയുള്ള സ്ഥാപനങ്ങൾ നിയമിക്കാനായി ഈ സർക്കാർ ജാഗ്രത പുലർത്തണമെന്നാണ് പൊതു സമൂഹം ആഗ്രഹിക്കുന്നത്. നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാരായി നിയമിക്കപ്പെടുന്നവർക്ക് പോലും അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നിർണ്ണയിച്ചിട്ടില്ല എന്നുള്ളത്. 3.5 ലക്ഷം 2.5 ലക്ഷം രൂപയൊക്കെയാണ് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറുടെ ശമ്പളവും അതിനു പുറമെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും. അങ്ങനെ അവിടെ നിയമിക്കപ്പെടുന്നവർക്ക് യാതൊരു തരത്തിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പോലും നിർണ്ണയിച്ചിട്ടില്ല എന്നുള്ള വലിയൊരു വൈരുദ്ധ്യം നമ്മുടെ ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോഴും ചില പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാരുടെ നിയമനം മുൻ സർക്കാർ 2 പേരെ നിയമിച്ചത് ഗവർണർ അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ അനിശ്ചിതത്വത്തിലാണ്. ഒരുപക്ഷെ പുതിയ സർക്കാരുകൾ അത് പകരമായി നിയമനം നടത്തും. അവിടെയൊക്കെ സ്വാഭാവികമായി രാഷ്ട്രീയ, സാമുദായിക, പ്രാദേശിക പരിഗണനകൾ ഉണ്ടാകും. എന്നാൽ അതൊക്കെ ഉണ്ടായെങ്കിൽ പോലും യോഗ്യരായിട്ടുള്ള ആളുകളെ തക്കതായിട്ടുള്ള ഇടങ്ങളിൽ നിയമിക്കുന്നതിനായിട്ടുള്ള ഒരു ശ്രദ്ധ പുതിയ സർക്കാരിനുണ്ടാകണം എന്നാണ് പൊതുസമൂഹത്തിന് വേണ്ടി അഭിപ്രായപ്പെടാനായിട്ടുള്ളത്. എങ്ങനെയെങ്കിലും ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കുറേ ആളുകളെ സർക്കാർ ഖജനാവിൽ നിന്ന് നികുതിദായകൻ്റെ പണം കൊടുത്ത് പ്രതിഷ്ഠിക്കുന്നത് അത്ര ധാർമ്മികമായും ശരിയല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തീരുമാനമെടുത്തോ എന്നറിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയിൽ കേട്ടത് 4 വർഷമെങ്കിലും കുറഞ്ഞ സർവീസുള്ള ആളുകൾക്ക് മാത്രമേ മന്ത്രിമാരുടെ സ്റ്റാഫിൽപ്പെട്ടവർക്ക് പെൻഷന് അർഹതയുള്ളൂ എന്ന ഒരു തീരുമാനമെടുക്കാൻ പോകുന്നു എന്നാണ്. ഇപ്പോൾ നിലവിലിരിക്കുന്ന സമ്പ്രദായം അനുസരിച്ച് 2 വർഷവും 1 ദിവസവും ഒരു മന്ത്രിയുടെ കൂടെ സേവനമനുഷ്ഠിച്ചാൽ, ഏത് തസ്തികയിലാണെങ്കിലും സേവനമനുഷ്ഠിച്ചാൽ അവർക്ക് ആയുഷ്കാല പെൻഷൻ കിട്ടുന്ന ഒരു സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. അതൊരു വലിയ അതിക്രമമാണ്. സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു. അതുകൊണ്ട് ഈ 4 വർഷമെങ്കിലും കുറഞ്ഞ സർവീസ് കാലാവധി ഉണ്ടാകണമെന്ന് അനുശാസിക്കുന്നത് തീർച്ചയായും നല്ലൊരു തീരുമാനമാണ്. അതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജാഗ്രത പുലർത്തണം. ബന്ധപ്പെട്ട മന്ത്രിമാർ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെയൊക്കെ നിയോഗിക്കുന്നതിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം. അവിടെയൊക്കെ കാര്യശേഷിയും വിദ്യാഭ്യാസ യോഗ്യതയും സാമാന്യ ബുദ്ധിയും പക്വതയുമുള്ള ആളുകളെ നിയമിച്ചാൽ ഈ സൽപ്പേര് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാനായി സാധിക്കും. ബഹുമാനപ്പെട്ട മുൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായ അവതാരങ്ങളെയൊക്കെ അകറ്റി നിർത്താൻ ബഹുമാനപ്പെട്ട മന്ത്രിമാർ തയ്യാറാകണം. സെക്രട്ടേറിയറ്റിൻ്റെ ഇടനാഴികളിൽ ഈ പറയുന്ന ദല്ലാളന്മാരെയും അവതാരങ്ങളെയും കയറ്റാതിരിക്കുക എന്ന കർശനമായിട്ടുള്ള ഒരു നിലപാട് ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ള ആളുകളൊക്കെ വളരെ പരിണിതപ്രജ്ഞരാണ്, മിടുക്കന്മാരായിട്ടുള്ള മന്ത്രിമാരുടെ ഒരു 21 അംഗ മന്ത്രിസഭയാണ് ഇപ്പോൾ കേരളത്തിൽ അധികാരമേറ്റിരിക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ, ദീർഘമായ രാഷ്ട്രീയ ഭരണ പരിചയമുള്ളവരൊക്കെ ഈ മന്ത്രിസഭയിൽ അംഗങ്ങളായിട്ടുണ്ട്. അവരെല്ലാം കാലത്തിനനുസരിച്ച് ജനോപകാരപ്രദമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് മുൻഗണന കൊടുത്തുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കുക എന്നതിനുപരിയായി ജനനന്മയ്ക്ക് ഉതകുന്നതായ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. അല്ലാതെ പാർട്ടി ഓഫീസിൽ നിന്ന് ചിറ്റ് കൊടുക്കുമ്പോൾ ആ ചിറ്റനുസരിച്ച് നിയമനം നടത്തുന്ന പിണറായി സർക്കാരിൻ്റെ ശൈലി ഉപേക്ഷിക്കണം. പിൻവാതിൽ നിയമനങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കണം. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധി ഏറ്റവും ഒടുവിൽ നവംബർ 30 വരെ നീട്ടിയതായി തീരുമാനമെടുത്തതായി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് വലിയ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. എത്രയോ ആളുകൾക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. ഏതാണ്ട് 100ഓളം പട്ടികകളുടെ കാലാവധി നീട്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അവരുടെ ജോലി സാധ്യതകൾ വർദ്ധിക്കാൻ പോവുകയാണ്. കൂട്ടത്തിൽ ഈ ബന്ധപ്പെട്ട വകുപ്പ് അധ്യക്ഷന്മാർ അവരുടെ വകുപ്പിലുള്ള ഒഴിവുകൾ കൂടി PSC അറിയിക്കാനുള്ള ജാഗ്രത പുലർത്തണം. അതിന് ബഹുമാനപ്പെട്ട മന്ത്രിമാർ അതാത് വകുപ്പുകളിലുള്ള
ഉദ്യോഗസ്ഥന്മാരോട് അത് അനുശാസിക്കണം. അങ്ങനെ വരുന്നെങ്കിൽ ധാരാളം ആളുകൾക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ പാസ്സായി നിൽക്കുന്ന റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർക്ക് നിയമനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. മുൻ സർക്കാർ, പിണറായി സർക്കാർ കഴിഞ്ഞ 10 കൊല്ലം നടത്തിയ മുഴുവൻ അനർഹമായ പിൻവാതിൽ നിയമനങ്ങളെയും ഉടനടി അവസാനിപ്പിക്കാൻ സർക്കാർ ജാഗ്രത കാട്ടണം. ഒരു നിമിഷം പോലും അവരെ ഈ സർവീസിൽ തുടരാൻ അനുവദിക്കരുത്. അർഹതയുള്ളവർക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്താനുള്ള ഒരു ജാഗ്രത പുലർത്തേണ്ട അത്യാവശ്യമുണ്ട്. അതുപോലെ കോർപ്പറേഷനുകളിലെ, സാംസ്കാരിക സ്ഥാപനങ്ങളുടെയൊക്കെ തലപ്പത്ത് വരുന്ന ആളുകളും പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നുള്ളവരായിരിക്കണം എന്നതും അനുശാസിക്കേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ട് ആകെ ഒരു മാറ്റം ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു ഭരണക്രമം കൊണ്ടുപോകാനായി ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് കഴിയുമെങ്കിൽ ജനപിന്തുണ തീർച്ചയായും ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ശ്രദ്ധയോടുകൂടി, ജാഗ്രതയോടുകൂടി ആയിരിക്കും പുതിയ മന്ത്രിസഭ പ്രവർത്തിക്കുന്നത് എന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും.